ഈശോമിശിഹായിൽ പരിശുദ്ധ അമ്മയിൽ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, ദൈവവചനത്തിന് ഒരു സ്ഥൂല ശരീരവും ഒരു സൂക്ഷ്മ ശരീരവും ഉണ്ട്. നമ്മളെ വചനത്തിൽ സ്ഥൂല ശരീരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മെറ്റീരിയൽ ബോഡി, സൂക്ഷ്മ ശരീരം എന്ന് വെച്ചാൽ അതിൻ്റെ സ്പിരിച്വൽ ബോഡി. നമ്മൾ എപ്പോഴും വചനം വായിക്കുമ്പോൾ കർത്താവേ, ഇതിൻ്റെ സൂക്ഷ്മ ശരീരം എനിക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കണം. അതാണ് എൻ്റെ അടുത്തുള്ള കമാൻഡ് എന്ന് പറയണത്. നമ്മൾക്ക് ഉടമ്പടിയിലേക്ക് വരുമ്പോൾ വേളാങ്കണ്ണിയിൽ 90 ജപമാല കഴിയുമ്പോഴാണ് വിജയകുമാറിനോട് മാതാവ് ദി എഗ്രിമെൻ്റ് എന്ന് പറയണത്. എഗ്രിമെൻറ്റ് സാർ എന്നോട് പറഞ്ഞു, എഗ്രിമെൻ്റ് എന്ന് അമ്മ പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് എനിക്കത് വ്യാഖ്യാനം തന്നതിൻ്റെ അമ്മ ഉടമ്പടിയെക്കുറിച്ച് സംസാരിക്കണമെന്ന്. പക്ഷേ എന്താണ് ഉടമ്പടി ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉടമ്പടി ചെയ്യേണ്ടതെന്ന് പറയണത് പിന്നീട് 3 മാസം കഴിയുമ്പോൾ ഉടമ്പടി പുസ്തകം ഞാൻ 72 മണിക്കൂർ കൊണ്ടാണ് ആദ്യത്തെ പുസ്തകം എഴുതുന്നത്. രാത്രിയും പകലും ഇരുന്നുണ്ട്, ഫുൾ സ്റ്റോപ്പില്ല എഴുതണത്. അതൊരു അഭിഷേകമാണ്. സുവിശേഷം എഴുതിയ പോലെ ഈ പുസ്തകം എഴുതണം. എഴുതുന്ന സമയത്താണ് അമ്മ പറയണത്, എഗ്രിമെൻ്റ് എന്ന് പറയണത് അവൻ പറയണത് പോലെ ചെയ്തു കൊള്ളാമെന്നാണ് നമ്മൾ ദൈവത്തോട് എഗ്രിമെൻ്റ് ചെയ്യേണ്ടതെന്ന്. അതാണ് അവൻ പറഞ്ഞതുപോലെ ചെയ്തു കൊള്ളാമെന്ന്. ഇപ്പം 13 ലക്ഷം ആൾക്കാർ എൻ്റെ ഈ ആയുസ്സിൽ തന്നെ ഉടമ്പടി എടുത്ത് ജീവിക്കുക. അപ്പോൾ അത് ലോകത്തിൽ വലിയ ഒരു മാറ്റമാണ്. സുവിശേഷ സാക്ഷീകരണത്തിൻ്റെയും കാരുണ്യ പ്രവൃത്തിയുടെയും ആത്മവിശുദ്ധീകരണത്തിൻ്റെ ഒരു മാറ്റമാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ദൈവം ചരിത്രത്തിൻ്റെ നിർണായക ഘട്ടങ്ങളിൽ നിങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്ത് ഇന്ന് ഈ കുർബാനയ്ക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എങ്ങനെയാണ് ഇവിടെ വന്നുവെന്നുള്ളതും പരിശുദ്ധ അമ്മ എങ്ങനെയാണ് നിങ്ങളിവിടെ കൊണ്ടുവന്നുള്ളതും നിങ്ങളെക്കുറിച്ച് പരിശുദ്ധ അമ്മയ്ക്കുള്ള വലിയ പദ്ധതികളാണ് ഈ പ്രഭാതത്തിൽ വെളിപ്പെടുന്നത്. അവൻ പറഞ്ഞതുപോലെ ചെയ്തുകൊണ്ട് സുവിശേഷമാകാനും സുവിശേഷമേകാനും കർത്താവിനെ അറിയാത്തത് അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.